ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ തുടരുകയാണ്. സഞ്ചാരമെന്നാൽ മനസ്സിലേക്ക് പല കാഴ്ചകളും ആവാഹിക്കുന്ന ഒന്നാണല്ലോ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ ഒരു പഞ്ചായത്തിലേക്കാണ് ഇന്ന് യാത്ര. തമിഴ്നാടിന്റെ ഗ്രാമവീഥികളിൽ കൂടിയുള്ള യാത്ര നമുക്ക് ഒരുപാട് കാഴ്ചകളാണ് നൽകുന്നത്. തമിഴ് ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ നമുക്ക് ക്യാമറയിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയും. 8-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്തിൽ പണികഴിപ്പിച്ച അലുകുമലൈ വേട്ടുവൻ കോവിലേക്കാണ് കാഴ്ചകൾക്കായി യാത്ര ചെയ്യുന്നത്. അതിനിടയിലാണ് യാത്രാ കാഴ്ചകൾ പലതും നിങ്ങൾക്ക് തരുന്നതും. ഏതായാലും നമ്മൾ അലുകുമലൈ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലെത്തി. തൂത്തുക്കുടി ജില്ലയിലെ കോവിൽപ്പെട്ടി എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് അലുകുമലൈ വേട്ടുവൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. കോവിൽപ്പെട്ടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അലുകുമലൈ വളരെ മനോഹരമായ ഒരു പട്ടണമാണ്. വളരെ വൃത്തിയും വെടുപ്പുമുള്ള തെരുവുകളും ഇവിടെ കാണാം. ഏക്കർ കണക്കിന് ദൂരത്തിൽ പരന്നു കിടക്കുന്ന വേട്ടുവൻ കോവിലിന്റെ കാഴ്ച പട്ടണത്തിന് നടുവിൽ നിന്ന് തന്നെ കാണുവാൻ കഴിയും. പാറയിൽ കൊത്തിയെടുത്ത ഈ ക്ഷേത്രം അതിന്റെ വാസ്തുവിദ്യക്കും നിർമ്മാണ രീതിക്കും ശ്രദ്ധേയമാണ്. ഇതിന് ചുറ്റുവട്ടവും കറങ്ങുവാൻ നമുക്ക് റോഡുകൾ ധാരാളം ഉള്ളതിനാൽ എല്ലാ ഭാഗത്തു നിന്നും പാറയിലേക്ക് കയറുവാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. എങ്കിലും പ്രധാനമായി ഒരു കവാടം ഇതിന് തന്നെ ഉണ്ട്. ആദ്യകാല പാണ്ഡ്യരാജാക്കന്മാർ നിരവധി ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നെങ്കിലും കുന്നിൻ മുകളിൽ നിന്നും 3 മാനങ്ങളിൽ കൊത്തിയെടുത്ത പാണ്ഡ്യകാലഘട്ടത്തിലെ ഏക ശിലാക്ഷേത്രത്തിന്റെ അറിയപ്പെടുന്ന ഉദാഹരണമാണ് തെക്കൻ എല്ലോറ എന്ന് അറിയപ്പെടുന്ന അലുകുമലൈ വേട്ടുവൻ കോവിൽ. അങ്ങനെ യാത്രയിൽ വേട്ടുവൻ കോവിൽ എത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ പഞ്ചായത്തിലെ കലുകുമല വെട്ടുവൻ കോവിലാണ്. ഹിന്ദുദേവനായ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. പാണ്ഡ്യ വാസ്തുവിദ്യയിലും പാറയിൽ കൊത്തിയ വാസ്തുവിദ്യയിലും നിർമ്മിച്ച പൂർത്തിയാകാത്ത ക്ഷേത്രം എന്നാണ് പറയുന്നത്. AD 8-ാം നൂറ്റാണ്ടിൽ ആദ്യകാല പാണ്ഡ്യന്മാർ നിർമ്മിച്ചതാണ് കലുകുമല. ഈ കുന്നിന്റെ മറ്റു ഭാഗങ്ങൾ 8-ാം നൂറ്റാണ്ടിലെ കലുകുമല ജൈനകടക്കുകളും മുരുകൻ ക്ഷേത്രമായ കല്ലുകസാലമൂർത്തി ക്ഷേത്രവുമുണ്ട്. അപ്പോൾ മനോഹരമായ കാഴ്ചകൾ തരുന്ന കോവിൽപ്പെട്ടിയിലാണ് ഈ കലുകുമലൈ വേട്ടുവൻ കോവിൽ ഉള്ളത്. വേട്ടുവൻ കോവിൽ ഇങ്ങനെ പാറയുടെ മുകളിൽ പല ഭാഗത്തായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ 8-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ ഒരു സാങ്കേതിക വിദ്യയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കൊത്തുപണികൾ പാറയിൽ ഇങ്ങനെ കർവുകൾ ഉണ്ടാക്കി പണിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. അതായത് നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. വേട്ടുവൻ കോവിലിന്റെ മുകളിലേക്ക് കയറാനുള്ള പ്രധാന പടവുകൾ ഇവിടെയാണ് തുടങ്ങുന്നത്. ഗേറ്റ് കഴിഞ്ഞിങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാം പുരാവസ്തു വകുപ്പിന്റെ നിരവധി ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ പുരാവസ്തു വകുപ്പാണ് ഈ ക്ഷേത്രം സംരക്ഷിത സ്മാരകമായി പരിപാലിച്ചു വരുന്നത്. കുറെ ആൾക്കാരെ കാണുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇവിടെ എത്തിയത്. പക്ഷേ വേട്ടുവൻ കോവിലേക്ക് പോകുവാൻ അധികം ആരെയും സഞ്ചാരികളെ ഒന്നും കണ്ടില്ല. കാരണം പാറ മുകളിലേക്ക് നോക്കിയാൽ ഒന്നും കാണാനില്ലെങ്കിൽ തന്നെയും ദൂരെ ക്ഷേത്ര സമുച്ചയങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ക്ഷേത്രത്തിന് മുകളിലേക്ക് കയറുവാൻ പാറയിൽ തന്നെ കൽപ്പടവുകൾ അക്കാലത്ത് കൊത്തിയെടുത്തത് നമുക്ക് കാണാം. അതിന് ഇരുവശവും സംരക്ഷണ വേലി ഉറപ്പിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 3 മണി സമയമായെങ്കിലും വലിയ തിരക്കൊന്നുമില്ല. 2 കുട്ടികൾ മാത്രമാണ് കൽപ്പടവുകൾ കയറി മുകളിലേക്ക് പോകുന്നത് കണ്ടത്. പുരാതനമായ പല ചരിത്ര സ്മാരകങ്ങളും തമിഴ്നാട് സർക്കാരിന്റെ പുരാവസ്തു വകുപ്പ് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ജൈൻ ദർശൻ എന്ന് പറഞ്ഞൊരു പാറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോവിലിന്റെ എല്ലാ സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ. പടവുകളൊക്കെ കയറി വേണം മുന്നോട്ട് പോകാൻ. ഇത് കടന്ന് കയറി ചെല്ലുമ്പോഴാണ് വിശാലമായ ദൃശ്യങ്ങൾ കാണാൻ കഴിയുക. കൽപ്പടവുകൾ കയറി ഏറ്റവും മുകളിൽ എത്തുമ്പോഴത്തേക്ക് കുറെ ഭാഗത്ത് നമുക്ക് ഈ കാഴ്ചകൾ എല്ലാം പാറക്കെട്ടുകളാണ് കേട്ടോ. ഈ 8-ാം നൂറ്റാണ്ടിൽ ഈ പാറക്കെട്ടിലൊക്കെ കൊണ്ടുവന്ന് ക്ഷേത്രം പണിയാന്ന് വെച്ചാൽ സമ്മതിക്കണം. താഴെ ഒരു ക്ഷേത്രത്തിന്റെ മകുടം കാണാം. അപ്പൊ നമുക്ക് കുറച്ച് ദൃശ്യങ്ങളൊക്കെ മനോഹരമായി പകർത്താൻ പറ്റും. കാറ്റ് കാരണം നിൽക്കാൻ വയ്യ. പാറ ഇടുക്കിൽ കൂടി കയറി പോകണം. ഗുഹകൾ ധാരാളമുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, വേട്ടുവൻ കോവിലിന്റെ അകത്ത് ഗുഹയിൽ കൂടി കയറി നടന്ന് നമുക്ക് പോകാം. ഭയങ്കരം തന്നെ കേട്ടോ, സമ്മതിക്കണം. സൂക്ഷിച്ചൊക്കെ പോകണം. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പാമ്പുകളൊക്കെ ധാരാളം കാണും. കണ്ടല്ലേ ആ ഗുഹയുടെ ഒരു കാഴ്ച. പാറയെങ്ങാനും വന്ന് അടഞ്ഞാൽ നമ്മളിതിനകത്തിരിക്കും. ഇതിലേക്കൂടെ കയറി ഓരോ ഭാഗം പറന്നു പോകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാൻ വന്നതാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ ഈ വീശി അടിക്കുന്ന കാറ്റിന്റെ ഒരു ശക്തി. അപ്പോൾ നമ്മൾ ഈ വേട്ടുവൻ കോവിലിന്റെ ഗുഹയിലേക്കാണ് കയറിയത്. ആ ഗുഹയെന്ന് പറഞ്ഞാൽ ഈ പാറ ഇപ്പം വീഴും ഒന്നും പറഞ്ഞിരിക്കുകയാണ്. എന്റെ കാര്യം ഞാനും കൂടെ നടന്നു പോവാണ്. പക്ഷെ നടക്കാൻ പോലും വയ്യ. മൈക്കിൽ സൗണ്ട് കിട്ടുമെന്നൊന്നും അറിയില്ല. അടിച്ച് തെറിപ്പിക്കണം, നിൽക്കാൻ വയ്യ. അത്രയ്ക്ക് കാറ്റാണ് ഇവിടെ നിന്നുള്ള ദൃശ്യം എന്ന് പറഞ്ഞാൽ. ഒരു രക്ഷയില്ല. ഒക്കെയാണ് കാഴ്ചകൾ. എത്ര മനോഹരമായ കാഴ്ച നോക്കിയാ. നമ്മൾ പിടിച്ചു നിന്നില്ലെങ്കിൽ കണ്ണാടിയൊക്കെ പറക്കുകയാണ്. തിരുനെൽവേലിയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ വടക്കും കോവിൽപ്പെട്ടിയിൽ നിന്നും 20 കിലോമീറ്റർ പടിഞ്ഞാറുമായി കലുകുമലയിലാണ് വെട്ടുവൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് ഇത്. 700 അടിയിൽ പരം ഉയർച്ചയുള്ള ഈ മലയുടെ മുകളിൽ നിരവധി കുളങ്ങളുണ്ട്. പാറയിടുക്കിൽ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. മഴ വലുതായിട്ടില്ലാത്തൊരു സ്ഥലമാണ് എങ്കിൽ തന്നെയും ഏത് സമയത്തും ഇവിടെ വെള്ളമുണ്ട്. അതൊരു അത്ഭുത കാഴ്ചയാണ്.
മലയുടെ മുകളിൽ നിന്നുള്ള ദീർഘവീക്ഷണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൊട്ടുപൊട്ടായിട്ട് നിൽക്കുന്ന പട്ടണത്തിന്റെ കാഴ്ചകളാണ്. കലുകുമലൈ പട്ടണം, അത് കഴിഞ്ഞ് തൂത്തുക്കുടിയും അങ്ങോട്ട് തിരുനെൽവേലി ജില്ലയുടെയും ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ദൂരക്കാഴ്ച വളരെ മനോഹരമാണ്. അങ്ങനെ ഗുഹകളുടെയും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ഉള്ളറകളുടെയും ഒക്കെ ഒരു സ്ഥലമാണ്. നമ്മൾ ഇനിയും താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും മുരുകനെ പ്രദർശിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. വേട്ടുവൻ കോവിൽ എന്ന് പറയുന്നത് വളരെ മനോഹരമായ സ്ഥലം. മലയുടെ മുകളിലേക്ക് കയറി എത്തുമ്പോഴേക്കും കാറ്റിന്റെ ഗതിയാകെ മാറും. വീശി അടിക്കുന്ന കാറ്റാണ് കേട്ടോ. പാറ ഇടുക്കുകൾ കൂടി കയറിപ്പോകുമ്പോൾ പാറയൊക്കെ ഇപ്പോൾ മുകളിലേക്ക് വീഴുമെന്ന് തന്നെ തോന്നും. പക്ഷേ നൂറ്റാണ്ടുകളായി ഇരിക്കുന്ന പാറയ്ക്ക് ഒരു ചലനവുമില്ല. ഏതാണ്ട് ഇത് സ്ഥിതി ചെയ്യുന്ന കിഴക്ക് വശത്തുള്ള ഒരു കൽക്കുന്നിന്റെ മുകളിൽ നിന്ന് കിഴക്കോട്ട് തുറന്നു നോക്കുന്ന രീതിയിലാണ് ക്ഷേത്രം പലതും സ്ഥിതി ചെയ്യുന്നത്. കുന്നിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നുള്ള പ്രവേശന കവാടവും നടപ്പാതയും കലുകുമല ജൈന ബെഡ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിന് അടിക്കൂടെയാണ് ഹൈവേ 187 പോകുന്നത്. 8-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ കാലഘട്ടത്തിലെ പരന്തകൻ നെതുഞ്ചയ ദയ്യന്റെ രക്ഷകർത്തൃത്വത്തിൽ കലുകുമല ജൈന ബെഡ്സിനൊപ്പം ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. പാറയിൽ തന്നെ കുത്തിയെടുത്ത പടവുകളാണ് മുകളിലോട്ട് കയറുന്തോറും ഉള്ളത്. ഒറ്റ പടവുകളും ഒരു കുഴപ്പവും പറ്റാതെ അതുപോലെ തന്നെ സംരക്ഷിച്ചു പോകുന്നു എന്നുള്ളതാണ്. ദൂരെ ക്ഷേത്ര സമുച്ചയങ്ങളും കാണാം, അതുപോലെ ദേവാലയങ്ങളും കാണാം. താഴോട്ട് നോക്കുമ്പോഴാണ് നമ്മൾ ഈ വേട്ടുവൻ കോവിലിന്റെ ദൃശ്യം കാണുന്നത്. ഇതാണ് വേട്ടുവൻ കോവിൽ. ഇത് മനോഹരമായ ഒരു കാവ്യ ഭംഗി പോലെ തന്നെയാണ് വേട്ടുവൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും മുകളിൽ എത്തുമ്പോഴാണ് നമുക്കൊരു കുളം കാണാൻ കഴിയുക. ഒരിക്കലും പറ്റാത്ത കുളമെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ താഴെ പറഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശരിയായിരിക്കാം. കാരണം ഇത് ഒരു പ്രത്യേക രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. ശംഖ് ആകൃതിയിലാണ്, കൈകൊണ്ട് നിർമ്മിച്ച കുളമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ 8-ാം നൂറ്റാണ്ടിൽ യാതൊരു ഉപകരണങ്ങളും ഇല്ലാതെ ഇങ്ങനെയൊക്കെ പണിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇതിലേക്ക് ജലം ഒഴുകി എത്തുന്നുമുണ്ട്. ഏറ്റവും മുകളിലാണ് നമ്മൾ പോകുമ്പോൾ ഒരു ഗണപതിയുടെ പ്രതിമയൊക്കെ പണിഞ്ഞിട്ടുണ്ട്. അത് പൂട്ടിയിരിക്കുകയാണ്. കാരണം ഇവിടെ ക്ഷേത്രത്തിൽ എപ്പോഴും പൂജ ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ വന്ന സമയം അത്ര കൃത്യമായ ഒരു സമയമല്ലായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ താഴെ ഒരുപാട് കാഴ്ചകളുണ്ട്. കുറച്ച് വാനരന്മാരൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന കാണാം. പിന്നെ പട്ടണത്തിന്റെ മനോഹരമായ ദൃശ്യമാണ്. വീടുകളുടെ വിദൂര ദൃശ്യം. അത് ഉയർച്ചയിൽ നിന്നുള്ള കാഴ്ചയാകുമ്പോൾ നമുക്ക് അത് വലിയ സൗന്ദര്യമുള്ള കാഴ്ചയാണ്. നമ്മൾ ഷില്ലോങ്ങിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച പോലെയാണ്. ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് 25 അടി ആഴമുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഭാഗത്ത് ഒറ്റക്കല്ലിൽ കുത്തിയെടുത്ത ക്ഷേത്രം കാണാം. ശിവന്റെ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ കൊത്തുപണികൾ മുകൾ ഭാഗവും പൂർത്തിയാകാത്ത അടിഭാഗവും നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഈ ശില്പങ്ങളും കൊത്തുപണികളും പാണ്ഡ്യ കാലഘട്ടത്തിലെ കലയെ സൂചിപ്പിക്കുന്നവയാണ്. അതുപോലെ തന്നെ താമര പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് നമുക്ക് കാണപ്പെടുക. 3 വശങ്ങളിലും നല്ല വൃത്താകൃതിയിൽ തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ശിവന്റെ പരിചാരകരായ പാർശ്വദേവതകളുടെ ഗണങ്ങൾ, ദക്ഷിണാമൂർത്തി മൃദംഗം വായിക്കുന്ന ചിത്രീകരണം, ശിവന്റെ പത്നി ഉമയോടൊപ്പമുള്ള കാഴ്ചകൾ, നർത്തകർ, ശിവന്റെ പുണ്യകാളകളായ നന്ദിയുടെ വിവിധ സ്ഥലങ്ങൾ, അതുപോലെ സിംഹങ്ങൾ, കുരങ്ങുകൾ തുടങ്ങിയ മൃഗങ്ങളുടെ പ്രതിഷ്ഠകൾ എന്നിവയുമുണ്ട്. ചിത്രകാരനായ ശിവരാമമൂർത്തി പറയുന്നത് ദക്ഷിണാമൂർത്തി മൃദംഗം ചിത്രീകരിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ഇതെന്നാണ്. മറ്റെല്ലാ സ്ഥലങ്ങളിലും വീണ വായിക്കുന്നതായിട്ടാണ് ക്ഷേത്രങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ വെട്ടുവൻകോവിലിൽ ശിവന്റെയും ഉമയുടെയും ശില്പങ്ങളിൽ എന്ന പോലെ മനുഷ്യരുടെ സ്വാഭാവിക ചലനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു സ്വാഭാവികത ശില്പങ്ങളിൽ കാണാം. അവിടെ അവർ സാധാരണക്കാരെ പോലെ സംസാരിക്കുന്നതായി നമുക്ക് തോന്നും. വെട്ടുവൻകോവിൽ പൂർത്തിയാകാത്ത ഒരു ശിവക്ഷേത്രമാണ്. കലുകുമല കുന്നിന്റെ മറ്റു ഭാഗങ്ങളിൽ 8-ാം നൂറ്റാണ്ടിലെ ജൈന വാസസ്ഥലവും അതുപോലെ തന്നെ കുന്നിന്റെ തെക്കേ അറ്റത്ത് കലുകസാലമൂർത്തി, അതായത് മുരുകൻ കോവിലുമുണ്ട്. വളരെ വിശാലമായ ക്ഷേത്രമാണ്. ചരിത്രകാരന്മാർ ഈ ക്ഷേത്രത്തെ ഇന്ത്യയിലുടനീളം സമാനമായ ക്ഷേത്രങ്ങളുമായി തുലനം ചെയ്തിട്ടുണ്ട്. ഉത്സവകാലത്തെ പോലെ എല്ലാ ദിവസവും വലിയ പൂജാവിധികളൊന്നുമില്ല. പക്ഷേ എല്ലാ ദിവസവും രാവിലെ ചെറിയ പൂജകളും വിളക്ക് കത്തിപ്പുകൊണ്ട് അത് കാണുമ്പോൾ നമുക്കറിയാം. പാറ തുറന്നു വെച്ചിരിക്കുന്നതിൽ ഇവിടെ ഒരു ഡോറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുകൂടി നമുക്ക് കാണാൻ കഴിയും വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ പാറയ്ക്കകത്ത് എത്ര വിശാലമായി കൽമണ്ഡപവും അതുപോലെ തന്നെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള മണ്ഡപങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുന്ന അത്ഭുതം തന്നെയാണ്. വല്ലാത്തൊരു സൃഷ്ടി തന്നെയാണ് കേട്ടോ. ഈ പാണ്ഡ്യകാലഘട്ടത്തിലെ ചോളരാജാക്കന്മാരുടെ കാലത്തെ സൃഷ്ടികളൊക്കെ തമിഴ്നാട്ടിൽ വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് മുകളിലോട്ട് ചെല്ലുമ്പോൾ അതിലും മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതായത് ദ്രാവിഡ കാലഘട്ടത്തിലെ കൊത്തുപണികളാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഒരു രക്ഷയില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാറയ്ക്കകത്തോട്ടാണ് ക്ഷേത്രം. ഇത് കണ്ടില്ലേ, ഇന്നും പൂജകളൊന്നുമുള്ള സ്ഥലമല്ല. നമ്മുടെ എക്കോ ഒക്കെ കേൾക്കാം. ഇതിനകത്ത് ആ കാലഘട്ടത്തിലെ പാറ തുറന്നൊരു റൂം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുവായത് ചിന്തിക്കാൻ പറ്റാത്ത സംഭവമാണ്. അപ്പോൾ ദ്രാവിഡ കാലഘട്ടത്തിലെ ശില്പ ഭംഗി എന്ന് കണ്ടു നോക്കിയ പാറയിലെ ഓരോ പ്രതലത്തിലും എന്ത് ഭംഗിയായിട്ടാണ് നമുക്ക് ഈ ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത്. ദേവദാസികളും ദേവന്മാരും അതുപോലെ തന്നെ പഴയ ബുദ്ധൻ്റെ ആ ഒരു ശില്പങ്ങളൊക്കെ ഈ പാറയിലാണ്. ഈ പാറയിൽ നമുക്ക് അതിശയം തന്നെ കേട്ടോ. ഇപ്പോൾ തെക്കൻ എല്ലോറ എന്ന് പറയുന്ന സ്ഥലമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്.
അപ്പോൾ അജന്ത എല്ലോറയിലെ ശില്പങ്ങളുടെ അതേ മാതൃകയിലാണ് ഇവിടുത്തെ കൊത്തുപണികളും എഴുത്തുകളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. ദ്രാവിഡ കാലഘട്ടത്തിലെ എഴുത്തുകളൊക്കെയാണ്. ചരിത്രകാരന്മാർ ഇന്ത്യയിലുടനീളമുള്ള മറ്റു ക്ഷേത്രങ്ങളുമായി ഈ ക്ഷേത്രത്തിന് തുലനം ചെയ്തിട്ടുണ്ട്. കൂടാതെ നിലവിലുള്ള ഒരു പാറയിൽ നിന്ന് കൊത്തിയെടുത്തതുമാണ് ഈ ക്ഷേത്രം. 734-44 കാലഘട്ടത്തിൽ വിക്രമാദിത്യൻ രണ്ടാമൻ കർണാടകയിലെ പട്ടടക്കലിലെ വിരൂപാക്ഷ ക്ഷേത്രം പണിയുകയും അതുപോലെ 685-705 കാലഘട്ടത്തിൽ നരസിംഹവർമ്മൻ രണ്ടാമൻ നിർമ്മിച്ച കാഞ്ചി കൈലാസനാഥ ക്ഷേത്രവും 756-77 കാലഘട്ടത്തിൽ കൃഷ്ണൻ ഒന്നാമൻ നിർമ്മിച്ച എല്ലോറയിലെ കൈലാസ ക്ഷേത്രവും വേട്ടുവൻ കോവിലുമായി ഏറെ സമാനതകൾ ഉണ്ടെന്ന് ചരിത്രകാരനായ KV സൗന്ദരരാജൻ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രകൂടർ, ചാലൂക്യർ എന്നിവർ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതാണ് വാസ്തുവിദ്യയിലെ സമാനതകൾ എന്ന് ചരിത്രകാരന്മാരും പറയുന്നു. തമിഴ്നാട് സർക്കാരിന്റെ പുരാവസ്തു വകുപ്പാണ് വെട്ടുവൻ കോവിൽ ഒരു സംരക്ഷിത സ്മാരകമായി പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ടൂറിസം മന്ത്രാലയം ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന കാമ്പയിനിൽ ഗ്രാമീണ ടൂറിസം സെറ്റായി ഉൾപ്പെടുത്താനുള്ള പദ്ധതിയിൽ കലുകുമലയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കാമ്പയിന്റെ ഭാഗമായി 2008 പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി മന്ത്രാലയം 10 മില്യൺ രൂപ അനുവദിച്ചിരുന്നു. വേട്ടുവൻ കോവിൽ സന്ദർശിക്കാനായി മുൻ വർഷങ്ങളിൽ വന്നിരുന്നത് 500-ൽ പരം ആളുകളായിരുന്നെങ്കിൽ ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ വരവ് പ്രതിമാസം 4000-ൽ അധികം കവിഞ്ഞിരിക്കുന്നു. വേട്ടുവൻ കോവിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കച്ചവട സ്ഥാപനങ്ങളുടെ നടുവിൽ കൂടി എത്തിച്ചേരുന്നത് നമ്മൾ കലുഗസാലമൂർത്തി ക്ഷേത്രമാണ്, മുരുകൻ ക്ഷേത്രമാണ്. വേട്ടുവൻ കോവിലിന്റെ അതേ കാലത്ത് പണികഴിപ്പിച്ച ക്ഷേത്രമാണ്. അകത്ത് ഷൂട്ടിംഗ് ഒന്നും അനുവദനീയമല്ല, പുറത്ത് കുറച്ച് ഷൂട്ട് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായ ചിത്ര നിർമ്മിതി തന്നെയാണ്. തൂണുകൾ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നുണ്ടാൽ നമുക്ക് കൊതി വന്നു പോകും. ആളുകളൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലൊക്കെ പൂക്കടകളും മറ്റും ധാരാളമുണ്ട്. നല്ല ഒരു സിറ്റിയാണ്, വൃത്തിയുള്ള സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വളരെ സന്തോഷം തോന്നും. வணக்கம். தூத்துக்குடி மாவட்டம் கோயில்பட்டியிலிருந்து சுமார் 20 கிலோமீட்டர் தூரத்தில் அமைந்துள்ள கலுகாசலமூர்த்தி திருக்கோயில். இந்த கோயில் 1300 ஆண்டுகள் பழமையானது. தென்மேற்கு திசையை பார்த்து முருகப்பெருமான் அருள் பாலிக்கிறார். அகஸ்தியருக்கு மயில் மீது அமர்ந்து காட்சி கொடுக்கிறார். இந்திரனே மயிலா வந்த வரலாறு. 6 முகம், 1 முகம் 6 கரம் அம்சமுள்ள முருகர் பெருமான். கோட்டை ஆண்ட ஜமீன் அதிமருத பாண்டியார் இங்க வேட்டைக்கு வரும்போது இது காடு தான். வேட்டைக்கு வரும்போது மத்தியானம் ரெஸ்ட் எடுத்துக்காரு. அப்ப ரெஸ்ட் எடுக்கும்போது 12 மணிக்கு மணி சத்தம் கேட்டிருக்கு. மணி சத்தம் கேட்டோன்னே மணி வந்த சத்தம் திசையை பார்த்து மன்னர் போயிருக்காரு. அப்போ ஒரு மாடு பால் கறந்துட்டு மறைஞ்சிருச்சு. அப்போ ஒரே குழப்பத்தில் ராஜு நைட்டில் படுத்திருக்காரு. என்ன ஏது அப்படின்ட்டு 2 சித்தர்கள் கனவுல போய் இந்த காட்டை அழிச்சு கோயிலை கட்டுங்க, மலையை குறைஞ்சா முருகர் உள்ள இருக்காரு அப்படின்னு சொன்ன வரலாறு. முருகர் பிரதிஷ்டை கிடையாது, சுயம்பு. 1 முகம் 6 கரம், மயில் மீது அமர்ந்திருக்காரு. இது இந்திரன் மயில். செவ்வாய் தோஷம் நிற்கிற வரலாறு. பிள்ளைகள் வித்து வாங்குறது, திருமண தடைகள். செவ்வாய்க்கிழமை ரொம்ப விசேஷமான முருகர். இங்கிருந்து எல்லா திருவிழாவும் தைப்பூசம், பங்குனி உத்திரம், மாசி மகம், வைகாசி விசாகம், கார்த்திகை, சஷ்டி எல்லா திருவிழாமே ரொம்ப சிறப்பாக நடக்கும். அப்போ அண்ணன் கலுகரசன் போய் ராமர்கிட்ட கேட்காரு, என் தம்பிக்கு நான் ஈமக்கறி செய்ய முடியாமல் போயிட்டேனே, பாவி ஆயிட்டேனே அப்படின்னு சொல்லும்போது அவர் சொல்றாரு, ராமரு கழுகுமலை ஆம்பலூர்ல போய் நீராடி உன் சண்டால தன்மையை கழிச்சிரு அப்படின்னு. കലുകർശൻ മുക്തി പെട്ട തലനാല ഇത് കലുകാസലമൂർത്തി തിരുക്കോയിലിന് പേര്. വേട്ടുവൻ കോവിലുമായി ബന്ധപ്പെട്ട അരുൾമുഖ കലുകശാലമൂർത്തി ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ പുതികൈമലയ്ക്ക് അഭിമുഖമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീകോവിലിന് മുന്നിലാണ് 40 തൂണുകളുള്ള മണ്ഡപം. തൂണുകളിൽ വിവിധ കൊത്തുപണികളുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ഈ മണ്ഡപം വികസിപ്പിച്ചതായി പറയപ്പെടുന്നുണ്ട്. മുഖമണ്ഡപത്തിന്റെ മേൽക്കൂരയിൽ ഒരു രുദ്രാക്ഷപ്പന്തലും 12 രാശി പാനലുകളും ഉണ്ട്. ബലിപീഠ, ധ്വജസ്തംഭം, മയിൽവാഹനം എന്നിവ ശ്രീകോവിലിന് മുന്നിലുള്ള മുഖമണ്ഡപത്തിന് ശേഷം ഒരു മണ്ഡപത്തിലാണ്. 8-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യന്മാർ കുഴിച്ചെടുത്ത ഒരു ഗുഹയാണ് ഈ ശ്രീകോവിൽ. മൂലവർ ശ്രീ കലുകശാലാമൂർത്തിയെ ഒറ്റമുഖവും 6 കൈകളുമുള്ള സുബ്രഹ്മണ്യൻ എന്ന് വിളിക്കുന്നു. മയിൽ വലതുവശത്തെ സാധാരണ സ്ഥാനത്തിന് വിപരീതമായി ഇടതുവശത്തേക്ക് അഭിമുഖമായി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യമാരായ ശ്രീവള്ളി ദേവസേന ഇരുവശത്തും, മൂലവർ ശ്രീ സുബ്രഹ്മണ്യരുടെ ഭാവത്തിലും ആരാധിക്കുന്നു. കലുകശാലാമൂർത്തി ക്ഷേത്രത്തിലെ പാറവെട്ടിയ ഗുഹാക്ഷേത്രം 8-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യന്മാരായ ചടയൻ, വരഗുണ കുഴിച്ചെടുത്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതേ ലിഖിതത്തിൽ പരാന്തക നെടുഞ്ചെഴിയൻ, പരാന്തക വീരനാരായണൻ എന്നിവരുടെ പേരുകളും പരാമർശിക്കപ്പെടുന്നു. ലിഖിതങ്ങൾ പ്രകാരം ഈ വലിയ ഗ്രാമമായ കലുകുമലയെ പെരുന്നൈക്കുരം എന്നും കുന്നിനെ അരൈമല എന്നും വിളിച്ചിരുന്നു. കോവിൽപ്പട്ടിയിൽ നിന്നും ശങ്കരൻ കോവിൽ ബസ് റൂട്ടിലാണ് കലുകുമല. എല്ലാ ബസ്സുകളും കലുകശാലാമൂർത്തി ക്ഷേത്രത്തിന് മുമ്പിൽ നിർത്തും. അവിടെ നിന്ന് വെട്ടുവൻ കോവിൽ 1 കിലോമീറ്റർ അകലെയാണ്. കോവിൽപ്പട്ടിയിൽ നിന്നും ഏകദേശം 22 കിലോമീറ്ററും, തൂത്തുക്കുടിയിൽ നിന്ന് 105 കിലോമീറ്ററും, തിരുനെൽവേലിയിൽ നിന്ന് 70 കിലോമീറ്ററും, തെങ്കാശിയിൽ നിന്നും 64 കിലോമീറ്ററുമാണ് ഇവിടെ എത്തിച്ചേരാൻ. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോവിൽപ്പട്ടിയാണ്. കലുകശാലാമൂർത്തി കോവിലിന്റെയും വേട്ടുവൻ കോവിലിന്റെയും കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും നല്ലൊരു കാഴ്ചയുമായി ക്ഷേത്രായനം പരിപാടിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
ഇനിയും അടുത്ത ചരിത്ര കാഴ്ചയുമായി കാണാം.